നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2024 വീണ്ടും പ്രസിഡന്റ് ആകാൻ ഒരുങ്ങുന്ന ഡൊണാൾഡ് ട്രംപിന് ആദ്യ എതിരാളി വന്നുകഴിഞ്ഞു. അതും ഒരു ഇന്ത്യൻ വംശജ. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനായി ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കുന്ന ആദ്യ സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജ നിക്കി ഹേലി ബുധനാഴ്ച സൗത്ത് കരോലിനയിലെ ചാൾസ്റ്റണിൽ തന്റെ ആദ്യ പ്രചാരണ പരിപാടി നടത്തിയപ്പോൾ മുൻ പ്രസിഡന്റ് ട്രംപിന് ആകെ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ഹേലിയുടെ നൂറുകണക്കിന് അനുയായികളാണ് സെൻട്രൽ ചാൾസ്റ്റണിലെ ദ ഷെഡ് എന്നറിയപ്പെടുന്ന ഔട്ട്ഡോർ വേദിയിൽ തിങ്ങി നിറഞ്ഞത്. സാധാരണയായി വിവാഹങ്ങൾക്കും ലൈവ് മ്യൂസിക്കിനും മാത്രം ആളുകൾ നിറയാറുള്ള ഷെഡ് നിറഞ്ഞു കവിഞ്ഞത് നിക്കി ഹേലി ആരാധകരെ കൊണ്ടാണ്. ചുവപ്പ്, വെളുപ്പ്, നീല ബണ്ടിംഗ്, സ്റ്റേജിനു മുകളിൽ അമേരിക്കൻ പതാക, ഇരട്ട സൗത്ത് കരോലിന പാൽമെറ്റോ, ക്രസന്റ് മൂൺ സ്റ്റേറ്റ് ബാനറുകൾ എന്നിവയ്ക്കൊപ്പം ഭീമാകാരമായ നിക്കി ഹേലി ബാനറും കൊണ്ട് ഷെഡ് അലങ്കരിച്ചിരുന്നു. 1972 ജനിച്ച MS ഹേലിയുടെ കാലഘട്ടത്തെ കൂടി അടയാളപ്പെടുത്താനായി 70കളിലെ സോൾ, റോക്ക് ക്ലാസിക്കുകൾ എന്നിവ ലൗഡ് സ്പീക്കറുകളിൽ നിറഞ്ഞു നിന്നു. കാരണം 51 വയസ്സ് മാത്രമുള്ള നിക്കി ഹേലി ട്രംപിനേക്കാളും അവരുടെ ഡെമോക്രാറ്റിക് എതിരാളി ജോ ബൈഡനേക്കാളും വളരെ ചെറുപ്പമാണ്. 2010 ഹേലി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണറും സൗത്ത് കരോലിനയെ നയിക്കുന്ന ആദ്യത്തെ വനിതയും വെള്ളക്കാരി അല്ലാത്ത ആദ്യത്തെ വ്യക്തിയുമായിരുന്നു. നിക്കി ഹേലിയുടെ പ്രത്യേകത ഒരിക്കലും മത്സരത്തിൽ പരാജയം എന്തെന്ന് അറിയാത്ത നേതാവാണ് എന്നത് തന്നെയാണ്. 2024 റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ നോമിനേഷനായി അവർ ഇറങ്ങുമ്പോൾ പരീക്ഷിക്കപ്പെടുന്നതും ഈ വിജയയാത്ര തുടരുമോ എന്നതാണ്. ജനങ്ങളുമായി വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് നിക്കി എന്നതും അവരുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. 2015 ഒരു കറുത്തവരുടെ പള്ളിയിൽ വംശീയ കൂട്ട വെടിവയ്പ്പിനു ശേഷം കൊളംബിയയിലെ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ നിന്ന് കോൺഫെഡറേറ്റ് പതാക നീക്കം ചെയ്യാൻ അവർക്ക് സാധിച്ചതോടെയാണ് ഹേലി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ വ്യവസായ പ്രമുഖരുടെ പിന്തുണ ആർജിക്കാൻ നിക്കിക്ക് കഴിഞ്ഞു. 2016 റിപ്പബ്ലിക്കൻ മത്സരത്തിൽ മിസ് ഹേലി മറ്റുള്ളവരെ പിന്തുണച്ചിരുന്നുവെങ്കിലും പൊതു തെരഞ്ഞെടുപ്പിൽ അവർ ട്രംപിനെ പിന്തുണച്ചു. അദ്ദേഹം വിജയിച്ചതിനു ശേഷം UN അംബാസഡറെ തെരഞ്ഞെടുത്തതും നിക്കിയെയായിരുന്നു. അത്രമാത്രം വിശ്വാസമായിരുന്നു ട്രംപിന് ഹേലിയുടെ കഴിവിൽ. ക്യാബിനറ്റ് തലത്തിലുള്ള സ്ഥാനം ഹേലിയെ വിദേശനയ ക്രെഡൻഷ്യലുകൾ വികസിപ്പിക്കാൻ അനുവദിച്ചു. UN ആയിരിക്കുമ്പോൾ അവർ ട്രംപ് ഭരണകൂടത്തിന്റെ ഇസ്രയേൽ അനുകൂല നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ഇറാന്റെ തുറന്ന വിമർശകയുമായിരുന്നു. 2008 ഹിലരി ക്ലിന്റന്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനാണ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് ഹേലി മുൻകാലങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുൻകാല പ്രചരണങ്ങളിൽ താൻ ട്രംപിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ജനവികാരം വ്യത്യസ്തമാണ്. യാഥാസ്ഥിക ചിന്താഗതിക്കാരായ സൗത്ത് കരോലിന പോളിസി കൗൺസിലിന്റെ സമീപകാല വോട്ടെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് വളരെ പോസിറ്റീവ് വീക്ഷണത്തോടെ പ്രതികരിച്ചവരിൽ പകുതിയും ട്രംപ് മത്സരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. അവർ അരാജകത്വത്തിൽ മടുത്തു. അതിനാൽ സൗത്ത് കരോലിനയിലും മറ്റ് സ്ഥലങ്ങളിലും ഗവർണർ പിന്തുണയ്ക്കുന്നത് ഹേലിയെ തന്നെയാണ്. എന്നാൽ ചിലർ യുദ്ധപ്രേമിയായി ഹേലിയെ മുദ്രകുത്തുന്നുമുണ്ട്. യാഥാസ്ഥിതിക യൂത്ത് ഗ്രൂപ്പായ ടേണിംഗ് പോയിന്റ് USA സ്ഥാപകനായ ചാർലി കിർക്ക് തന്റെ റേഡിയോ പ്രോഗ്രാമിൽ പറഞ്ഞത് നിക്കി ഹേലി സൈനിക വ്യവസായ സമുച്ചയത്തിന്റെ ചിയർ ലീഡറാണ് എന്നാണ്. ട്രംപും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ബിഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഫ്ലോറിഡ ഗവർണർ ഡിസാന്റിസും ആയി തട്ടിച്ചു നോക്കുമ്പോൾ ഹേലി വളരെ പിന്നിലാണ് എന്ന് പറയുന്നവരുമുണ്ട്. എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി പേര് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പദവി ഹേലി വഹിക്കുന്നില്ല എന്നതാണ് കാരണം. പ്രചാരണത്തിന് ധനസഹായം നൽകാൻ പ്രമുഖരാരുമില്ല എന്നെല്ലാമുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. പക്ഷേ തന്റെ കയ്യിലുള്ള മികച്ച ബയോഡേറ്റയും രാഷ്ട്രീയ വിവേകവും വ്യത്യസ്തമായ പശ്ചാത്തലവുമെല്ലാം 2 വർഷത്തിനുള്ളിൽ പ്രസിഡന്റ് സ്ഥാനത്തെത്താൻ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിക്കി ഹേലിയും അനുയായികളും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.